Hi friends, welcome back. Samsung Galaxy S23 Series launch ചെയ്തിരിക്കുകയാണ്. മുഴുവൻ ഡിവൈസുകളുടെയും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്ലസ് എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് ഓരോ ഡിവൈസുകൾക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ S23 സീരീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ തുറന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ ആദ്യമായിട്ട് S22 Ultra എന്ന ഈ ഫോണിൽ നിന്നും S23 Ultrയിലേക്ക് വരുന്ന മേജറായ ഡിസൈൻ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ കർവിലുള്ള മാറ്റമാണ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിലൂടെ ആ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഫോണിൽ ഞാൻ കണ്ട ഒരേ ഒരു ഡിഫറൻസ്, മേജറായിട്ട് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലെ ഒരു കർവിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് രീതിയിലേക്ക് അതിൻ്റെ സൈഡിനെ മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു സൈഡ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് രീതിയിലാണ്. S22 Ultrയിൽ നമുക്കത് ഫുൾ കർവ്ഡ് ആയ രീതിയിലായിരുന്നു. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ അത് ഇച്ചിരി ഫ്ലാറ്റ് രീതിയിലാണ്. നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് വെച്ച് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ? രണ്ടിലും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. സോ ഈ സൈഡിലുള്ള ഈ ഒരു ഡിസൈൻ ചേഞ്ചാണ് മേജറായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു വലിയ കാര്യമായ ചേഞ്ചൊന്നും നമുക്ക് ഇതിനകത്ത് കാണാനില്ല. ഈവൻ ക്യാമറ മോഡ്യൂൾസിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അടക്കം പക്ക സെയിം ആണ്. സോ ഇതല്ലാതെ വലിയൊരു ഡിസൈൻ ചേഞ്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. എന്നാൽ 23 പ്ലസ് ആ മോഡലുകളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതിൻ്റെ റിയർ സൈഡിലെ ക്യാമറ മോഡ്യൂളൊക്കെ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് S22 Ultrയുടെ അല്ലെങ്കിൽ 23 Ultrയുടെ രീതിയിലുള്ള ആ ഒരു പുതിയ ഡിസൈൻ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടതൊരു ഒരു മോഡ്യൂൾ പോലെ അവിടെ സെപ്പറേറ്റ് കാണുമായിരുന്നു. ഇപ്പോൾ അതല്ല, പകരം നമ്മുടെ ആ ഒരു അൾട്രാ മോഡലിൻ്റെ സ്റ്റൈലിലേക്ക് അതിൻ്റെ ക്യാമറ മോഡ്യൂൾസിനെ മാറ്റിയിട്ടുണ്ട്. സോ ഈ രീതിയിലുള്ള ഡിസൈൻ ചേഞ്ചുകളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി ഇതിൻ്റെ കളറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്, അതേപോലെ ഫാൻറ്റം ബ്ലാക്ക് എന്ന ഒരു കളർ വരുന്നുണ്ട്, ലാവൻഡർ കളർ വരുന്നുണ്ട്, അതേപോലെ ക്രീം കളർ വരുന്നുണ്ട്. പിന്നെ ഓൺലൈൻ എക്സ്ക്ലൂസീവായ സാംസങ്ങിൻ്റെ ഓൺലൈൻ എക്സ്ക്ലൂസീവായ കുറച്ച് കളറുകളുണ്ട്. ഒന്ന് ലൈമാണ് വരുന്നത്, രണ്ടാമത്തേത് സ്കൈ ബ്ലൂ ആണ്, പിന്നെ ഒരെണ്ണം ഗ്രാഫൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു റെഡും. സോ ഇങ്ങനെയാണ് ഈ അൾട്രയുടെ കളറുകൾ വരുന്നത്. സോ ടോട്ടലി ഇതിൻ്റെ കളർ ഡിസൈൻ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായ ചേഞ്ചുകൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനില്ല ഈ ഡിസ്പ്ലേകളിൽ എന്ന് പറയാം. 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് S23യിൽ വരുന്നത്. 23 പ്ലസിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അൾട്രയിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ച് ഡിസ്പ്ലേ. സോ സൈസ് ഒക്കെ സെയിം ആണ്. നമ്മുടെ അൾട്ര മോഡലിൽ ക്വാഡ് HD ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. മറ്റ് രണ്ട് മോഡലുകളിലും കുറഞ്ഞ മോഡലുകളിലൊക്കെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ക്വാഡ് HD ഡിസ്പ്ലേ ആണ് നമ്മുടെ അൾട്രയിൽ വരുന്നത്. അത് കർവ്ഡ് ആണ്, നൈസ് ആയിട്ടുള്ള ഒരു കർവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതിന്റെ സൈഡിൽ. കാര്യം സൈഡ് ഫ്ലാറ്റ് ആയിട്ടുണ്ടെങ്കിലും എഡ്ജിൽ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഒരു ചെറിയ കർവ് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. സോ കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന് പറയാം. ബട്ട് മറ്റ് രണ്ട് മോഡലുകളും ഇപ്പോഴും ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രൈറ്റ്നസ് ലെവൽ എല്ലാത്തിലും ഈക്വൽ ആണ്. ഇത്തവണ 1750 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മോഡലുകളിലും ഒരേപോലെയുള്ള ബ്രൈറ്റ്നസ് ആണ്. റീഫ്രഷ് റേറ്റിൽ വ്യത്യാസമുണ്ട്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് തന്നെയാണ് എല്ലാ മോഡലിലും വരുന്നത്. 1 ഹെർട്സ് വരെ താഴാൻ കഴിയുന്ന ഒരു ഡിസ്പ്ലേ ആണ്. റീഫ്രഷ് റേറ്റ് 1 ഹെർട്സ് ടു 120 ഹെർട്സ് എന്ന രീതിയിൽ നിൽക്കുന്ന അത്രയും 1 ഹെർട്സ് വരെ താഴാൻ കഴിയുന്ന ഒരു റീഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് നമ്മുടെ S23 Ultrയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ 23 പ്ലസിലേക്ക് വരുമ്പോൾ നമുക്ക് 48 ഹെർട്സ് വരെയാണ് താഴാൻ കഴിയുക അതിന്റെ ഡിസ്പ്ലേക്ക്. പിന്നെ 120 ഹെർട്സ് വരെ കൂടുതൽ നിൽക്കും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേയുടെ പ്രത്യേകതകൾ വരുന്നത്. ഇനി ഇതിന്റെ പ്രൊട്ടക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഗൊറില്ല ഗ്ലാസ് Victus 2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. റീസൈക്കിൾഡ് മെറ്റീരിയൽ കൂടി ഉപയോഗിച്ചുള്ളത് കൊണ്ട് തന്നെ പ്രകൃതി സ്നേഹം നമുക്ക് കാണാം. ടോട്ടലി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. IP68 വാട്ടർ റേറ്റിംഗും ഉൾപ്പെടുന്നുണ്ട്. തിക്നെസ് വെയിറ്റ് ഒക്കെ നോക്കിയാൽ 7.6 mm ആണ് നമ്മുടെ 23 പ്ലസിന് വരുന്നത്. അൾട്രയിലേക്ക് വരുമ്പോൾ അത് 8.9 mm ആണ്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 200 മെഗാ പിക്സലിന്റെ 8K 30 FPS 8K 24 FPS ആയിരുന്നു S22 Ultra ആ ഒരു മോഡലൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ 8K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന കിടിലൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 200 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് അൾട്രാ മോഡലിൽ. 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് 3x ഒപ്റ്റിക്കൽ സൂമും പിന്നെ 10 മെഗാ പിക്സലിന്റെ 10x ഒപ്റ്റിക്കൽ സൂം അടങ്ങുന്ന ടോട്ടൽ ക്യാമറ സെറ്റപ്പാണ് അൾട്രയിൽ വരുന്നത്. ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. മെയിൻ ക്യാമറ നമുക്ക് 100x വരെ ഡിജിറ്റൽ സൂം അടക്കം കൂട്ടിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. സോ അത് ഒരു ഗംഭീര സൂമിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മെയിൻ ക്യാമറ സെറ്റപ്പ് ആണെന്ന് പറയാം അൾട്രാ മോഡലിൽ. സെൽഫി ക്യാമറ നമ്മുടെ S22 Ultrയിൽ 40 മെഗാ പിക്സൽ ഉണ്ടായിരുന്നു. ഇവിടെ 12 മെഗാ പിക്സലേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ക്വാളിറ്റി, ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സെൽഫി എടുത്തിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. സോ മെഗാ പിക്സലിനേക്കാൾ ഉപരി ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ബട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് ക്യാമറയെ കുറിച്ച് ഒരു കമന്റ് പറയാൻ പറ്റുള്ളൂ. സോ വെയിറ്റ്, ഫോണുകൾ എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഷെയർ ചെയ്യാം. ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. S23 പ്ലസ് മോഡലുകളിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് 3x ഒപ്റ്റിക്കൽ സൂം,
30x വരെ ഡിജിറ്റൽ സൂം, അതായത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് സാരം. സെൽഫി ക്യാമറ 10 മെഗാ പിക്സൽ ആയിരുന്നു 22 പ്ലസിലൊക്കെ, ഇവിടെ 12 കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈക്വൽ ആക്കിയിട്ടുണ്ട്. മൊത്തം 3 മോഡലുകളിലും അൾട്രയിലായാലും 22ലായാലും സെൽഫി ക്യാമറ എല്ലാത്തിലും 12 മെഗാ പിക്സൽ ഒരേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാറ്ററി പവറിൽ മാറ്റം വന്നിട്ടുണ്ട് S23ലും 23 പ്ലസിലും ഒക്കെ. 23ൽ നമുക്ക് 3900 mAh ബാറ്ററിയാണ് വരുന്നത്, 4700 mAh ബാറ്ററി വരുന്നുണ്ട് S23 പ്ലസിൽ. 5000 mAh ബാറ്ററി തന്നെ നിലനിർത്തിയിട്ടുണ്ട് നമ്മുടെ S23 അൾട്രയിൽ. ബട്ട് പവർ, അതിന്റെ ബാറ്ററി ലൈഫ് കൂടുതലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം Snapdragon 8 Gen 2 എന്ന് പറയുന്ന ഫോർ ഗാലക്സി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊസസ്സറാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബാറ്ററി ലൈഫ് കൂടും. ബട്ട് mAh നോക്കിയാൽ 5000 mAh തന്നെ നിലനിർത്തിയിരിക്കുന്നു. സോ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം കൂടി മനസ്സിലായി. ഇതിൽ വരുന്നത് ക്വാൾകോമിന്റെ ഏറ്റവും പുതിയ Snapdragon 8 Gen 2 ഫോർ ഗാലക്സി എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലായിട്ട് ഗാലക്സി ഫോണുകൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത 8 Gen 2 പ്രൊസസ്സറാണ്. ലേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ. ആൻഡ്രോയിഡ് ഫോണുകളെ സംബന്ധിച്ച് ഏറ്റവും പവർ കൂടിയ പ്രൊസസ്സറാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എൻ്റെ കുറച്ച് നേരത്തെ എക്സ്പീരിയൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഗെയിമൊക്കെ കളിച്ച് നോക്കി അതിൻ്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പവർഫുള്ളായ ആൻഡ്രോയിഡ് ഫോണാണ് S23 Ultra. പിന്നെ സാംസങ് ഹെൽത്ത്, സാംസങ് വാലറ്റ്, നോക്ക് സെക്യൂരിറ്റി അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പതിവ് പോലെ തന്നെ വരുന്നുണ്ട്. One UI 5.1 അങ്ങനെ എല്ലാ ഘടകങ്ങളും പിന്നെ പതിവ് പോലെ തന്നെ ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്ക് സെക്യൂരിറ്റി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും. പിന്നെ അൾട്രാ മോഡലിൽ S Pen വരുന്നുണ്ട്. സോ അത് അതിൻ്റെതായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ലാംഗ്വേജുകൾ ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടികൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. സോ മെയിൻ ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും മനസ്സിലായി. ഇനി പ്രൈസിങ്, ഗ്ലോബൽ പ്രൈസിംഗ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രൈസിംഗ് വരും ദിവസങ്ങളിൽ റിവീൽ ആവും, നമ്മൾ ഷെയർ ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറഞ്ഞ മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് $799 അതേപോലെ S23 പ്ലസിൻ്റെ മോഡൽ വരുന്നത് $999. 23 അൾട്രയുടെ പ്രൈസ് വരുന്നത് $1199. സോ ഡീസൻ്റ് ആയ ഒരു പ്രൈസിംഗ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ഫോണുകളുടെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ, പഴയ ഡിവൈസുകളെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിംഗ് ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന നല്ല പ്രൈസിംഗ് ആണ്, അല്ലെങ്കിൽ തരാവുന്ന ഒരു നല്ല പ്രൈസിംഗ് ആയിട്ട് തോന്നുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കം കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും. ഇന്ത്യൻ പ്രൈസിംഗ് ഇപ്പോഴേക്കും എനിക്ക് അറിയില്ല. വരും ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. സോ അപ്പോൾ എന്തായാലും ഇത്രയുമാണ് പ്രധാനമായിട്ടും S23 സീരീസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അൺബോക്സിംഗ് ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്, കാണാൻ മറക്കണ്ട. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു ഫോണുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, കേട്ട കാര്യങ്ങളിൽ നിന്നും പ്രൈസിൽ നിന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. Bye.